നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വിശുദ്ധ യാക്കോബ് ശ്ലീഹായെ കുറിച്ചാണ്. യേശുവിന്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളായിരുന്നു യാക്കോബ് ശ്ലീഹ. മറ്റൊരു അപ്പസ്തോലനായ യോഹന്നാൻ ശ്ലീഹ ഇദ്ദേഹത്തിന്റെ സഹോദരനാണ്. ഇദ്ദേഹം സെബദി പുത്രനായ യാക്കോബ് എന്നും വലിയ യാക്കോബ് എന്നും അറിയപ്പെടുന്നു. അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ ആദ്യം രക്തസാക്ഷിയായത് യാക്കോബ് ശ്ലീഹായാണ്. യേശുവിന്റെ പ്രഥമ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു വിശുദ്ധ യാക്കോബ്. പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാരുടെ 4 പട്ടികയിലും ആദ്യത്തെ 3 പേരിൽ ഒരാളാണ് യാക്കോബ്. സുവിശേഷങ്ങളിൽ വിവരിച്ചിരിക്കുന്ന പല പ്രധാന സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുവാൻ അവസരം ലഭിച്ച 3 അപ്പസ്തോലന്മാരിൽ ഒരാളായിരുന്നു യാക്കോബ് ശ്ലീഹ. യേശുവിന്റെ സ്വർഗാരോഹണത്തിനു ശേഷം യാക്കോബ് സ്പെയിനിൽ പോയി സുവിശേഷം അറിയിച്ചെന്നും അതിനുശേഷം പാലസ്തീനയിലേക്ക് മടങ്ങി പോയെന്നും പരമ്പരാഗതമായി വിശ്വസിക്കുന്നു. തന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് കാര്യമായി ഫലം ലഭിക്കാത്തതിൽ ദുഃഖിതനായി തീർന്ന യാക്കോബിന് വിശുദ്ധ മറിയം പ്രത്യക്ഷയായി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു. സ്പെയിൻകാർ യാക്കോബ് ശ്ലീഹായെ തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥ ഒന്നാമൻ രാജാവിനാലായിരുന്നു അദ്ദേഹത്തെ വാൾ കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മ പാശ്ചാത്യ സഭകൾ ജൂലൈ 25-നും പൗരസ്ത്യ സഭകൾ ഏപ്രിൽ 30-നും ആചരിക്കും.